ഇന്നല്ല കുറച്ച് ദിവസം മുന്നേ എൻ്റെ ആൻറ്റി വന്നിരുന്നു. അതിൻ്റെ അന്നത്തെ ദിവസം ആൻറ്റി വരുന്ന ദിവസം വെച്ച ഫുഡ്സിൻ്റെ വീഡിയോ, ആൻറ്റി വന്നപ്പോൾ ഉള്ള വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരെന്തായാലും പോയി കാണുക. അപ്പോൾ ആൻറ്റി വന്നപ്പോൾ കൊണ്ടുവന്ന കുറച്ച് ബിസ്ക്കറ്റ്സ് ഞാൻ കാണിച്ചു തരാം. ചോക്ലേറ്റ്സ് ഒക്കെ ഞാൻ എൻ്റെ റിലേറ്റീവ്സിനും അച്ഛൻ്റെ ഫ്രണ്ട്സിനും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനും അങ്ങനെയൊക്കെ കൊടുത്ത് ഓൾമോസ്റ്റ് തീർന്നു. അതേപോലെ ഞങ്ങളും കഴിച്ച് തീർന്നു. ഇനിയൊന്നും ബാക്കിയില്ല വരെ കാണിക്കാൻ പറ്റിയത്. കുറച്ച് ബിസ്ക്കറ്റ്സ് ഞാൻ കാണിച്ചു തരാം എന്തായാലും. അപ്പം എനിക്ക് ഇതിൽ ഏറ്റവും വെറൈറ്റി ആയി തോന്നി, ഇതിനകത്ത് ചോക്ലേറ്റും ഉണ്ട്. 2 മാത്രമേ ചോക്ലേറ്റ് ഉള്ളൂ. ടോബ്ലറോൺ എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ഇതെന്തായാലും കാണിച്ചു തരാം. ഇതെനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെയുള്ളൊരു ചോക്ലേറ്റ് കാണുന്നത്. ഇതേപോലുള്ള കോയിൻ ഞാൻ കണ്ടിട്ടുണ്ട്, കോയിൻ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെന്തായാലും എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പം എനിക്ക് ടിച്ചൂട്ടിൻ്റെ അടുത്ത് എന്തായാലും ചോദിച്ചു നോക്കാം. ടിച്ചൂട്ടിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം അല്ലേ കഴിക്കുന്നേ? ഫസ്റ്റ് ടൈം അല്ലേ കഴിക്കുന്നത്? നീ ഇതുവരെ ഇതിൻ്റെ മുന്നേ കഴിച്ചിട്ടില്ലല്ലോ. നാളെ ആൻറ്റിയുടെ ട്രിപ്പ് പോയപ്പോൾ ഒരു കടയിൽ നിന്ന് വാങ്ങിയിട്ടില്ല. അത് ഇവൻ പറയുന്നത് കോയിനാണ്. അത് ഗോൾഡൻ കളറിലല്ലേ, അത് കോയിനല്ലേ. ഇത് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതെന്തായാലും നോക്ക്, പലതും പല കളറിലാണുള്ളത്. കണ്ട സെയിം പിക്ചർ സെയിം ആണെങ്കിലും ഇതിൻ്റെ ഇവിടെയുള്ള ഷെയ്ഡ് മാറ്റമുണ്ട്. ഇത് യെല്ലോ ആണ്, ഇത് ബ്ലൂ ആണ്, ഇത് റെഡ് ആണ്, അങ്ങനെ മാറ്റമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഐ തിങ്ക് ടേസ്റ്റ് മിക്കവാറും മറ്റേ കോയിൻ്റെ അതേ ആയിരിക്കും. എങ്കിലും ഒരു സുഖത്തിന് ഞങ്ങൾക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മെൽട്ടാണ്. അപ്പോൾ ഇങ്ങനെയെങ്കിലും നോക്കാം. ഏതായാലും ടേസ്റ്റ് അറിഞ്ഞാൽ പോലെ. എന്തായാലും എനിക്ക് ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായി. ബാക്കി എനിക്ക് പിന്നെ കഴിക്കാം. ഓക്കെ, ബാക്കിയുള്ള ചോക്ലേറ്റ്സും കൂടി ഞാൻ കാണിച്ചു. ഡിച്ചോട്ടിനൊക്കെ എന്തായാലും കഴിച്ചിട്ടുണ്ട്, ഞാനും കഴിച്ചു. അടിപൊളി ചോക്ലേറ്റ് ആയിരുന്നു. ഏകദേശം ആ കോയിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ബാക്കിയുള്ളവരൊക്കെ കാണിച്ചു തരാം. ഇത് ആനിമൽസ് ആണ്. ഇത് ഞാൻ ആൻറ്റി എപ്പോഴും വരുമ്പോൾ കൊണ്ടുവരാറുണ്ട്. എൻ്റെ ഫേവറേറ്റും ആണ്. ഡിച്ചൂട്ടിനും ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്കാണ് ഏറ്റവും ഇഷ്ടം. ആൻറ്റി വരുമ്പോൾ ഞാൻ പറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ദിവസം എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ അടി പൊട്ടുന്നതുകൊണ്ട് തന്നെ 2 ആൻറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അപ്പം എന്തായാലും അടി പൊട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തത് കാണിച്ചതാണ്. ഇത് നമ്മുടെ ഞാൻ ഇന്നാളെപ്പോഴും വാങ്ങിയിട്ടുണ്ട്. പക്ഷെ സെയിം സംഭവമല്ല വാങ്ങിയത്. ഡാർക്ക് ഫാൻസിൻ്റെ സംഭവം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് കാണിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലും വൈറ്റ് ആൻഡ് ബ്രൗൺ ആണെന്നാണ്. പക്ഷെ ഞാൻ ഡാർക്ക് ഫാൻസിൻ്റെ പെട്ടിയിൽ വാങ്ങാറുള്ളത് മിക്കപ്പോഴും സാധാരണ നോർമൽ ചോക്ലേറ്റ് തന്നെയാണ് ഉണ്ടാവാറ്. ഞാൻ അടുത്ത സംഭവം കാണിച്ചത് ഗാലക്സിയുടെ ബിസ്ക്കറ്റാണ്. ഇതെനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഇവിടെ ചോക്ലേറ്റ് ആണ്. ബിസ്ക്കറ്റിൻ്റെ മേലെ ചോക്ലേറ്റ് ആണെന്ന്. അതും അതേപോലെ പക്ഷെ അതേപോലെ തന്നെയുള്ളൊരു സംഭവമാണ് ഇതും. കണ്ടോ, ഇതും ആ ഒരു ചോക്ലേറ്റ് മേലെ വെച്ചിട്ടുള്ള ബിസ്ക്കറ്റാണ്. പിന്നെ UK എടുത്ത അവിടുത്തെ ലേസ്, ഇത് ഞങ്ങൾക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി ആൻറ്റി കൊണ്ടു. അപ്പം നെക്സ്റ്റ് ഇതേ ജെല്ലീസ് ആണ്. ജെല്ലി എന്ന് പറഞ്ഞ ജെല്ലിക്കുതിയനാണ് ഇയാൾ. ജെല്ലി ഇവന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. ഇത് ജെല്ലീസ്, ഇത് ഷേപ്സ് ഉള്ള ജെല്ലീസ്, ഇത് നോർമൽ പീസസ്. അതേപോലെ തന്നെ ഇതും എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടാ. കാരണം കുക്കീസാണ് സംഭവം. സദ്യയിലുള്ള കുക്കീസിൻ്റെ ഉള്ളിൽ ചോക്കോ ചിപ്സ് ഉണ്ടാവാറ്. ഇതിൻ്റെ ഉള്ളിൽ ജെംസ് ആണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇത് ഒരു കേക്കാണുള്ളത്. കേക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇത് കേക്ക് തന്നെയാണ്. അതായത് എൻ്റെ ആദ്യ മൂത്ത് ഞാൻ ഇന്നലെ തന്നെ ഇത് പൊട്ടിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നത്. ഇതിനകത്ത് ഇങ്ങനെയാണ് ഒരു പാക്കറ്റ് ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിലും ടെഡീൻ്റെ ഷേപ്പ് തന്നെയാണ്. അതേപോലെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റുമാണ്. ഇത് കാണിക്കുന്ന പോലെ തന്നെയാണ് ഉള്ളിലും. കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവമാണ്. ഇത് ചോക്ലേറ്റ് ആണോ ബിസ്ക്കറ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. വേറൊന്നല്ല, ചോക്ലേറ്റ് ഉണ്ട്, മിൽക്ക് ചോക്ലേറ്റ് ഇതിനകത്തുണ്ട്, ബിസ്ക്കറ്റ് ഇതിനകത്തുണ്ട്, കാരമലും ഇതിനകത്തുണ്ട്. എല്ലാം കൂടി ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് എന്ന് ഞാൻ പറയുന്നു നല്ലൊരു സംഭവമാണ്. ഓക്കെ, പിന്നെ ടോബ്ലറോൺ എല്ലാവർക്കും അറിയാം. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.